1000 ആളുകൾ റിഫായി ശൈഖ് തങ്ങളുടെ കൂടെ ആ വർഷം ഹജ്ജിന് പോയിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മക്ക മുകറമയിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് മദീനത്തുൽ മുനവ്വറയിലേക്ക് വരികയാണ്. 95,000 ആളുകൾ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഹജ്ജിൽ പങ്കെടുത്തവരുണ്ട്. മദീന മുനവ്വറയിൽ അതിൽ ധാരാളം ആളുകൾ സിയാറത്തിന് റിഫായി ശൈഖ് തങ്ങളുടെ കൂടെയുണ്ട്. ഹുജറത്തുൽ ശരീഫയുടെ മുന്നിൽ നിന്നുകൊണ്ട് വിനയത്തോടെ ഒരു സലാം ചൊല്ലുകയാണ്. ആ സലാം ഖബർ ശരീഫിൽ നിന്ന് മടക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. വഅലൈക്കുമുസ്സലാം യാ വലദീ. ആ സന്നിഗ്ധ വേളയിൽ ആ സമയം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു രണ്ടുപേരി പദ്യത്തിലൂടെ അവിടുത്തെ ആഗ്രഹം പറയുകയാണ്. ഫി ഹാലത്തിൽ ബുദി റൂഹി കുന്തു റുസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി. തങ്ങളെ ഓർമ്മ വരുമ്പോൾ ദൂരെയുള്ള എന്റെ നാട്ടിൽ നിന്ന് അവിടുത്തെ ഒരു സലാം പറഞ്ഞ് എന്റെ ആത്മാവിനെ അവിടുന്ന് കിടക്കുന്ന മദീന ഉമ്മ വെക്കാൻ പറഞ്ഞു വിടാറുണ്ട്. ഇപ്പോൾ എന്റെ ശരീരവും ആത്മാവും ഒന്നിച്ച് അവിടുത്തെ മുന്നിലെത്തിയിട്ടുണ്ട്. ഓ നബിയേ ഫഹാദി നൗബത്തുൽ അശ്ദാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ ഫംദുദ് യമീനക കൈ തഹ്വാ ബിഹാ ശഫതി. അവിടുത്തെ മുബാറക്കായ കരമൊന്ന് നീട്ടിത്തരുമോ നബിയേ? എനിക്കൊരു ആഗ്രഹമുണ്ട് നബിയേ, അവിടുത്തെ കരം പിടിച്ചൊന്ന് ചുംബിക്കണം, ഒന്ന് സഹായിക്കുമോ നബിയേ? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ആഗ്രഹം പറഞ്ഞപ്പോ ഫമദ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹുൽ മുബാറക. അവിടുത്തെ അല്ലാഹു നൽകിയ ബറക്കത്തായ കരം ആ ഖബർ ശരീഫിൽ നിന്ന് നീട്ടിക്കൊടുക്കുന്നു. ആ കരത്തിൽ ചുംബനം നടത്തുന്നു. ആ കരം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തലയിൽ വെച്ച് ബറക്കത്തെടുക്കുന്നു. അവിടുത്തെ കൂടെയുള്ള ആളുകൾ സാക്ഷികളാകുന്നു. സുൽത്താനുൽ അശ്ഖീന വൽ അരിഫീൻ സയ്യിദി അഹ്മദുൽ കബീർ റിഫായി. ഉമ്മമാരെ ഒറ്റ വാക്കിൽ ഒന്നുകൂടി പറഞ്ഞു ഞാൻ നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചവരാണ്, അങ്ങേയറ്റം മഹബ്ബത്ത് വെച്ചവരാണ് എല്ലാ മഹാന്മാരും ഔലിയാക്കളും സയ്യിദന്മാരും. അതുകൊണ്ട് ഈ ജമലുല്ലൈലി സയ്യിദന്മാരെ ഉറൂസിൽ പങ്കെടുത്ത് പിരിയുമ്പോ എല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുമെന്ന തീരുമാനമെടുത്തു വേണം പിരിഞ്ഞു പോകാൻ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നാം ചൊല്ലുന്ന സ്വലാത്തുകൾ നമ്മുടെ ഖബറിൽ വലിയ നൂറാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ശിബിലി ഇമാം വിവരിക്കുന്നുണ്ട് അവരുടെ നാട്ടുകാരുടെ സ്നേഹികളുടെ അനുഭവങ്ങൾ. ശിബിലി ഇമാം പറയുന്നു, എന്റെ അയൽവാസി മരണപ്പെട്ടതിനു ശേഷം മനാമിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, എന്താണ് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുണ്ടായത്? ആ സമയം ആ അയൽവാസി പറയുന്നുണ്ട് ശിബിലി ഇമാമിനോട്, ഖബറിൽ കൊണ്ടുപോയി വെച്ചപ്പോ ഉറ്റവരും ഉടയവരും അവ ഖബറിൽ മറമാടൽ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു പോയപ്പോ എല്ലാവരും പിരിഞ്ഞപ്പോ എന്റെ ഖബറിൽ മുൻപന്നകീർ അലൈഹിസ്സലാം എന്ന മാലാഖമാരും
നീയപ്പോൾ